നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കടായി മഷ്റൂം ആണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കശുവണ്ടി നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന സാധനം പേസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു കനപ്പ് ഉണ്ടാവില്ല. ഒരല്പം ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ കറിക്കും ഇത് യൂസ് ചെയ്യാം. നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ആകെ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ ഈ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് ജീരകം, പട്ട, ബേ ലീഫ്, ഏലക്കായ ഇത് ജസ്റ്റ് ഒന്നിട്ട് പൊട്ടിച്ചു. വെളുത്തുള്ളിയും ഇഞ്ചിയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇത് നീളത്തിൽ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താലും നമുക്ക് നല്ല മസാലയുടെ ഒരു ഭംഗിയിൽ തന്നെ അത് കിട്ടും. നമ്മൾ അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്ത് മാറ്റാണ്. ഈ സമയത്ത് നമ്മൾ ഫയർ ഒട്ടും കുറച്ച് വയ്ക്കുന്നില്ല. ഇതിലേക്ക് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ സോട്ടായി വന്നതിന് ശേഷം മാത്രമേ തക്കാളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. തക്കാളി വളരെ ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിൽ നമ്മൾ സോട്ട് ചെയ്ത് മാറ്റാണ്. ഒരു 6-7 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ വരണ്ട് വന്നു. നമ്മൾ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മസാല മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. വളരെ സ്ലോ ഫയറിലാണ് ഇപ്പോൾ നമ്മൾ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. ഒട്ടും അടി പിടിച്ചു പോകാതെ വളരെ സ്ലോ ഫയറിൽ നമ്മൾ കുക്ക് ചെയ്തു. ഇനി നമ്മളിതിന് ആവശ്യത്തിനുള്ള മഷ്റൂം കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഈ മസാല എല്ലാം മഷ്റൂമിലേക്ക് ഒരു കോട്ടിംഗ് പോലെ വരുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തു. ഇപ്പോഴൊക്കെ വളരെ സ്ലോ ഫയറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം കാഷ്യൂ പേസ്റ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്കോ പാലോ പശുവിൻ പാലോ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഓയിൽ മയം എല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു വരും. ഫുള്ള് നല്ല രീതിയിൽ സോട്ടായതിനു ശേഷം നമ്മളിതിലേക്ക് മസാല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഓയിൽ ടെക്സ്ചർ ഇതിലേക്ക് വരും. ഇനി നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തി. അതിലേക്ക് അല്പം മല്ലിയില കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഗാർണിഷിനായിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവോളയും ക്യാപ്സിക്കവും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ അവസാനമായിട്ടാണ് നമ്മൾ ക്യാപ്സിക്കവും ഒനിയനൊക്കെ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഉണക്കമുളകും കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് തന്നെ കിട്ടും. ഒരുപാട് സോട്ടാവരുത്, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനും മാത്രമേ പാടുള്ളൂ. അപ്പോൾ ജസ്റ്റ് അപ്പോൾ നമുക്കത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഗാർണിഷ് ആയിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിൽ നമ്മളതിനെ മാറ്റുകയാണ്. ഇനി നമ്മൾ കടായി മസാല തയ്യാറാക്കാനായിട്ട് അല്പം മല്ലി, കുരുമുളക്, ഉണക്കമുളക് ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കടായി മസാലയ്ക്ക് ചേർക്കുന്നത്. ചെറിയ മിക്സിയുടെ ജാറിലായാലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കടായിയുടെ മുകളിൽ നമുക്ക് ഗാർണിഷിനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് കടായി മസാല. അപ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ട് കറക്റ്റ് ഒരു ടേസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രേവിയിലേക്ക് അത് നമുക്ക് ഫിനിഷ് ചെയ്ത് തന്നെ കിട്ടും. അല്പം നെയ്യ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ യെല്ലോ ഗ്രേവി, ഒനിയൻ ടൊമാറ്റോ ഗ്രേവി മിക്സ് ചെയ്തെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കടായി മസാല ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ലൂസാക്കി എടുക്കുന്നില്ല. നമ്മളൊരു ടൈറ്റായിട്ട് തന്നെയാണ് കടായി മസാല നമ്മൾ തയ്യാറാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കടായി മഷ്റൂം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്പൈസി ഉള്ള ഐറ്റമാണ്. ശരിക്കും ഒരു നോൺ വെജ് പോലെ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണത്.